ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വൈഷ്ണവ തിലക ധാരണവും എന്തിനാണ് തിലകം ധരിക്കുന്നതെന്നും ആ തിലക മന്ത്രങ്ങളെ പറ്റിയൊക്കെയാണ് ഇന്ന് പറയുന്നത്. നമ്മള് വൈഷ്ണവ സമ്പ്രദായങ്ങളൊക്കെ തന്നെ, ഭാരതത്തിലുള്ള വൈഷ്ണവ സമ്പ്രദായങ്ങള് ഒക്കെ തന്നെ തിലകധാരണം ചെയ്യുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസം അതിന്റെ ആകൃതിയിലുണ്ടെങ്കിൽ തന്നെയും അത് എല്ലാം തന്നെ അതിന്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. നമ്മള് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രം ഇന്ന് തന്നെയാണല്ലോ. ക്ഷേത്രത്തിനുള്ളിൽ വിഗ്രഹരൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാൻ പരമാത്മാവായിട്ടിരിക്കുന്നു. അപ്പം ഈ ക്ഷേത്രത്തിലും 12 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിലും 12 അംഗങ്ങളുണ്ട്. അപ്പൊ ഈ 12 അംഗങ്ങളിലും വിഷ്ണുവിന്റെ 12 മാസങ്ങളുടെ അധിപതിയായിട്ടുള്ള വിഷ്ണുവിന്റെ ആ ഓരോ മൂർത്തികളാണ് ഓരോ മന്ത്രത്തിലും പറയുന്നത്. അതുപോലെ തന്നെ തിലകം ആ, ധരിക്കുന്ന തിലകത്തിന്റെ ആ ഒരു ആകൃതി എന്ന് തന്നെ പറയുന്നത് വിഷ്ണുപാദങ്ങളാണ്. വിഷ്ണുപാദങ്ങളും അതിന്റെ ആ, പാദങ്ങളിൽ തുളസീദളമാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശരിക്കും ഈ തിലക ഗോപീചന്ദനം എന്ന് പറയുന്ന ആ ഒരു തിലകമാണ് വൈഷ്ണവർ ധരിക്കുന്നത്. ഇസ്കോൺ ഫോളോ ചെയ്യുന്നതും ബ്രഹ്മ സമ്പ്രദായമാണ് ഫോളോ ചെയ്യുന്നത്, ബ്രഹ്മ മാധ്വ ഗൗഡി സമ്പ്രദായം. അപ്പൊ അതില് ഈ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇത് ഈ ചന്ദനം അല്ലെങ്കിൽ കളഭമല്ല ഉപയോഗിക്കുന്നത്, ഗോപീചന്ദനമാണ്. അത് ലഭിക്കുന്നത് നമ്മുടെ ഗുജറാത്തിലെ ഗോപി തലാവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന്, ഒരു പാടത്തിൽ നിന്നാണ്. അവിടുത്തെ മണ്ണാണ് ഇത് ശുദ്ധീകരിച്ചിട്ട് ഗോപീചന്ദനമായിട്ട് ഉപയോഗിക്കുന്നത്. കാര്യം ഭഗവാനെ കാണാനായിട്ട് ഗോപികമാര് അതുപോലെ ദ്വാരകയിൽ എത്തുന്നു. അതുപോലെ ഭഗവാന്റെ അടുക്കൽ അവര് ബ്രഹ്മസായുജ്യം പോകുന്നു. അതിനുശേഷം ആ ഗോപികമാര് ആ അലിഞ്ഞു ചേർന്നിരുന്ന ആ മണ്ണാണ് നമ്മൾ അത്രയും പ്രേമഭക്തിയിൽ അലിഞ്ഞു ചേർന്ന ആ മണ്ണും അത്ര തന്നെ പവിത്രമാണ്. അതുകൊണ്ടാണ് ഈ ഗോപീചന്ദനം നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു പ്രത്യേക തരത്തിലുള്ള ഗോപീചന്ദനം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് ഗംഗാജലത്തില് രാവിലെ കുളിക്കുക, ഗംഗാദേവിയെ ആവാഹിച്ച്, നമ്മൾ ബക്കറ്റിലാണെങ്കിൽ കുളിക്കുന്നെങ്കിൽ അതിൽ ആവാഹിച്ചിട്ട് നമ്മൾ കുളിച്ചതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഈ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഈ പറയുന്ന 12 സ്ഥലങ്ങളിൽ ഈ ഗോപീചന്ദനം നമ്മൾ ധരിക്കണം. അപ്പൊ അതിലെ ആദ്യത്തെ മന്ത്രം ഓം. ഈ വിരൽ കൊണ്ടാണ് നമ്മൾ ഇതുപോലെ തിലകം ധരിക്കുന്നത്. അപ്പൊ നമ്മൾ തിലകം എടുത്തിട്ട് നമ്മൾ ചാലിച്ചിട്ട് ഓം കേശവായ നമഃ കഴിഞ്ഞ് തുളസി ഇടുന്നു. അതുപോലെ തന്നെ ഇവിടെ ഓം നാരായണായ നമഃ, ഓം മാധവായ നമഃ, ഓം ഗോവിന്ദായ നമഃ, ഓം വിഷ്ണവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം വാമനായ നമഃ, ഓം ശ്രീധരായ നമഃ, ഓം ശ്രീകേശായ നമഃ, ഓം പദ്മനാഭായ നമഃ, ഓം ദാമോദരായ നമഃ. അത് കഴിഞ്ഞ് 13ാമത്തെ മന്ത്രമായിട്ട് നമ്മുടെ ശിരസില് ഓം വാസുദേവായ നമഃ എന്ന മന്ത്രവുമാണ് നമ്മൾ തിലകധാരണത്തിന് ഉപയോഗിക്കുന്നത്. ഈ തിലകം ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ക്ഷേത്രം പോലെ പരിശുദ്ധമായി. അപ്പൊ നമ്മൾ സാധന ചെയ്യാനും അതുപോലെ നാമജപം ചെയ്യാനൊക്കെ നമ്മൾ തയ്യാറായി. നമ്മൾ ഭഗവാന്റെ ഒരു സംരക്ഷണം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ തിലകധാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ. ഹരി ഓം. ഹരേ കൃഷ്ണ.